Welcome to Garam Masala, the magic spices of cooking. ചൂരക്കറി. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചൂരക്കറി തയ്യാറാക്കിയെടുക്കാം. റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണിത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ മീനിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. ഈ ഫിഷ് പീസസിൽ മസാല ഒന്ന് പിടിച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് ചൂരക്കറി തയ്യാറാക്കിയെടുക്കാം. ഫിഷ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു മൺചട്ടി എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങയുടെ അരപ്പാണ് ചേർക്കേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ, 8 മുതൽ 10 എണ്ണം വരെ ചെറിയ ഉള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായ ഒരു മിക്സായി അരച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണിത്. 1/2 കപ്പ് വെള്ളത്തിലാണ് ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഗ്രേവി കുറച്ച് ലൂസ് ആകണമെങ്കിൽ ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ചേർക്കാം. ഈ പാനിനെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. ഫിഷ് പീസസ് പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് ചുഴറ്റുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഒന്നുകൂടെ ചുഴറ്റിയതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഫിഷ് പീസസ് ഒന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാൻ ചുഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് പീസസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകൂടെ ചുഴറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ, കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ചുഴറ്റിയതിനു ശേഷം നമുക്ക് ഈ പാൻ അടച്ചു വെക്കാം. 20 മിനിറ്റിനു ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചൂരക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം സെർവ് ചെയ്യാം. ഈ കറി സെക്കൻഡ് ഡേയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. താങ്ക് യു.